നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 2025 കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. അതിന്റെ വിധിയും പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്നു വന്ന ആ വിധിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഈ വീഡിയോയിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേവലം 5 മാസങ്ങൾക്കപ്പുറം നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സ്വാധീനമാണ് ഉണ്ടാക്കുക, എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത് എന്ന വിഷയങ്ങളാണ്. 3-4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം എന്നുള്ളത് വികസനം എങ്ങനെ ചർച്ചയായി എന്നുള്ളതാണ്. രണ്ടാമതായി, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായ ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 25 വയസ്സിന് താഴെ പ്രായമുള്ള 1200-ലധികം സ്ഥാനാർത്ഥികളാണ് ഇടതുപക്ഷവും കോൺഗ്രസും അതുപോലെ തന്നെ BJP മുന്നണിയും മത്സരത്തിന് വേണ്ടി മുന്നിലേക്ക് ഇറക്കിയത്. അപ്പൊ ചെറുപ്പക്കാർ എന്തുമാത്രം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി? സ്ത്രീകളുടെ വോട്ട് എങ്ങനെ മാറി? സാധാരണയായി നമ്മളൊരു തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ ആ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് 3 അടിത്തറകളാണുള്ളത്. അതൊന്ന് ആ രാഷ്ട്രീയയുടെ കാസ്റ്റ്, അതായത് നമ്മൾ പറയുന്ന സോഷ്യൽ ബേസ് എന്ന് പറയും, ഒരു സാമൂഹിക അടിത്തറ. മറ്റൊന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ക്ലാസ് ബേസ് എന്ന് പറയും, വർഗ അടിത്തറ എന്ന് പറയും. മറ്റൊന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഇക്കണോമിക് ബേസ് എന്ന് പറയും, സാമ്പത്തികപരമായ അടിത്തറ എന്ന് പറയും. ഇങ്ങനെ 3 അടിത്തറകൾ ഒരു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അതിൻ്റെ മാസ് ബേസിനെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മളെ ചലനാത്മകമാക്കുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള അടിത്തറ എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്ന ഘടകങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും BJPക്കും കൃത്യമായ ചില ബേസുകളുണ്ട്, ചില അടിസ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊതുവെ ഒരു വിഭാഗം ജനതയുടെ, പ്രത്യേകിച്ച് ഈഴവ നായർ വോട്ടുകൾ പ്രബലമായ ഭൂരിപക്ഷവും നേരത്തെ അതിൻ്റെ ഒരു വോട്ട് ബേസായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഇടയിലും SC ST വിഭാഗങ്ങളുടെ ഇടയിലും ഒക്കെ ശക്തമായ സ്വാധീനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു വിഭാഗം നായർ വോട്ടുകൾ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ, ഇങ്ങനെ അതുപോലെ തന്നെ കുറച്ച് മുസ്ലിം വോട്ടുകൾ, ഇങ്ങനെ കൃത്യമായി ചില പോക്കറ്റുകൾ പല ഭാഗങ്ങളിലും ഇവരുടെ ഒരു സോഷ്യൽ ബേസായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹിന്ദു വോട്ടുകൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ അടിത്തറയായി വർത്തിച്ചിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ കോർപ്പറേഷനുകളിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിലാദ്യമായി BJPക്ക് അധികാരം പിടിച്ചെടുക്കാനും കഴിയുന്നു എന്നുള്ള നിർണായകമായ ശ്രദ്ധേയമായ ഒരു വിവരമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ നമ്മൾ പൊതുവേ കരുതുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ അടിത്തറയായിട്ടാണ്, അടിസ്ഥാനമായിട്ടാണ്. കാരണം അവർക്കാണ് സംഘടനാ സംവിധാനം എടുത്ത് പരിശോധിച്ചാലും, അതുപോലെ തന്നെ താഴെ തട്ടിലെ ബഹുജന പ്രസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ചാലും, ഏറ്റവും കൂടുതൽ താഴെ തട്ടിൽ കേഡർ പ്രസ്ഥാനമായി വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി എന്നും നമ്മൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്, അഥവാ ഇടതുപക്ഷ മുന്നണികളാണ്, അഥവാ നമ്മൾ LDF ആണ്. മാത്രമല്ല, കഴിഞ്ഞ 9.5 വർഷത്തോളം ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ബഹുജന സംഘടനകളൊക്കെ ശക്തിപ്പെടുത്തുന്നതിനും സാധാരണക്കാരുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്നതിനും കഴിയുന്ന ഒട്ടേറെ പദ്ധതികളും നയങ്ങളും ആവിഷ്കരിക്കുകയും സ്വാധീനം ചെലുത്താനും ഒക്കെ കഴിയുന്നുണ്ട്. അതിന് അത്രത്തോളം അവരുടെ സംഘടനാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സാമ്പത്തിക അടിത്തറ, ആ പാർട്ടിയുടെ തന്നെ സാമ്പത്തിക അടിത്തറയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അധികാരത്തിൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒരുപോലെ അധികാരത്തിൽ നിന്ന് ദൂരെ നിന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക അടിത്തറ ഛിന്ന ഭിന്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യമായ അടിത്തറ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നതിൽ ധാരാളം പ്രശ്നങ്ങൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. എങ്കിലും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒപ്പം ധാരാളം ചെറുപ്പക്കാരായ നേതൃനിരയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിലും അതുപോലെ തന്നെ ചെറുപ്പക്കാരെ ഈ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്യുന്നതിലും ഒക്കെ കോൺഗ്രസ് പാർട്ടിയും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. BJP ആകട്ടെ ഒരു പെർഫോമൻസ് പൊളിറ്റിക്സ് അവർ മുന്നോട്ട് വെക്കുകയാണ്. അഥവാ നമ്മൾ ഈ പറയുന്ന ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം അത് ഏറെക്കുറെ ശ്രദ്ധേയമായി, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നതിന് ശേഷം, പാർട്ടിയുടെ നേതൃനിരയിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു മുഖം, വികസനത്തിന്റെ അജണ്ട മുന്നോട്ട് വെക്കുന്നത് പോലെയുള്ള ചർച്ചകൾ ആ തരത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്താൽ
ഏതാണ്ട് 8,021 വാർഡുകളിൽ UDF, ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ അവിടെ ഏതാണ്ട് 6,568 വാർഡുകളിൽ മാത്രമേ ഗ്രാമപഞ്ചായത്തിൽ LDF-ന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഏതാണ്ട് 1,447 വാർഡുകളിൽ NDA-ക്ക് അഥവാ BJP നയിക്കുന്ന NDA-ക്ക് അധികാരം പിടിച്ചെടുക്കാനായി ആ വാർഡുകൾ സ്വായത്തമാക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ UDF ഏതാണ്ട് 1,241 LDF 923 BJP-യിലേക്ക് വരുമ്പോൾ അത് 54. എന്നാൽ ജില്ലാ പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയുള്ള ആകെ വാർഡുകളുടെ ജില്ലാ പഞ്ചായത്തിലെ മൊത്തം വാർഡുകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അത് 195 UDF കരസ്ഥമാക്കി, LDF 147 കരസ്ഥമാക്കി, NDA ആകട്ടെ ഒരു ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റുള്ളവരൊന്നും നേടിയിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റികളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ 1,458 മുനിസിപ്പൽ വാർഡുകൾ UDF കൈക്കലാക്കി, 1,100 മുനിസിപ്പൽ വാർഡുകൾ LDF കരസ്ഥമാക്കി, NDA ഏതാണ്ട് 324 മുനിസിപ്പൽ വാർഡുകൾ കരസ്ഥമാക്കി, മറ്റുള്ളവരും ഏതാണ്ട് 323 വാർഡുകൾ കരസ്ഥമാക്കി എന്നുള്ളതാണ്. കോർപ്പറേഷനുകൾ എടുത്ത് പരിശോധിച്ചാൽ, കോർപ്പറേഷൻ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാൽ മൊത്തത്തിൽ ഏതാണ്ട് 187 വാർഡുകൾ, LDF 125 വാർഡുകൾ, BJP ഏതാണ്ട് അഥവാ NDA മുന്നണി 93 വാർഡുകൾ, മറ്റുള്ളവർ ഏകദേശം 15 വാർഡുകൾ. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും അങ്ങനെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ചാൽ UDF ഏതാണ്ട് 505 ഗ്രാമപഞ്ചായത്തുകളും, LDF 340 ഗ്രാമപഞ്ചായത്തുകളും, NDA ഏകദേശം 26 ഗ്രാമപഞ്ചായത്തുകളും, മറ്റുള്ളവർ 6 ഗ്രാമപഞ്ചായത്തുകളും ഇതിനോടകം തന്നെ സ്വായത്തമാക്കി കഴിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏതാണ്ട് 79 എണ്ണം UDF കരസ്ഥമാക്കിയപ്പോൾ LDF 63 കരസ്ഥമാക്കി. ജില്ലാ പഞ്ചായത്തുകൾ എടുത്ത് നോക്കിയാൽ 7 എണ്ണം UDF കരസ്ഥമാക്കിയപ്പോൾ 7 എണ്ണം LDF കരസ്ഥമാക്കി. എന്നാൽ മുനിസിപ്പൽ പഞ്ചായത്തുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് 54 എണ്ണം UDF-ഉം 28 എണ്ണം LDF-ഉം NDA 2 എണ്ണവും പിടിച്ചിരിക്കുകയാണ്. കോർപ്പറേഷന്റെയാണ് ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം. ഉള്ള കോർപ്പറേഷനിൽ ഒരെണ്ണം പോലും ശക്തമായ അവസാന ഘട്ടത്തിലാണ് LDF-ന് ഒരെണ്ണത്തിൽ മേൽക്കൈ നേടാനായത്. 4 എണ്ണം UDF-ഉം 1 എണ്ണം LDF-ഉം 1 എണ്ണം NDA-യും പിടിച്ചിരിക്കുന്നു. അങ്ങനെ 6 എണ്ണത്തിൽ 4-1-1 എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഒരു വലിയ തെരഞ്ഞെടുപ്പ് സൂചികയാണ്. കാരണം എങ്ങനെയാണ് ഇത്രത്തോളം വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായത്? സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയ്ക്ക് എപ്പോഴും ഭൂരിപക്ഷം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതിനുള്ള ശക്തി ഉള്ളതും ഒക്കെ ആയിട്ടുള്ള പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പലപ്പോഴും രാഷ്ട്രീയ സൂചികയായിട്ട് കണക്കാക്കാറില്ലായിരുന്നു. അത് പലപ്പോഴും നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിയുടെ മികവ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത്. നമ്മളെയൊക്കെ അറിയുന്ന സ്ഥാനാർത്ഥി, നമ്മളോടൊക്കെ സൗഹൃദം പുലർത്തുന്ന സ്ഥാനാർത്ഥി, നമ്മൾക്കുള്ള ബന്ധങ്ങൾ, നമ്മളുടെ സൗഹൃദങ്ങൾ, ഇതൊക്കെയാണ് അവിടെ രാഷ്ട്രീയത്തിനപ്പുറം വോട്ടായി മാറുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾക്കപ്പുറമുള്ള ഒരു തെരഞ്ഞെടുപ്പുകളായിട്ടാണ് പലപ്പോഴും വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായി മുന്നേറ്റം നടത്തി അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകുമെന്ന് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ അല്ലാത്ത ചരിത്രങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ പ്രതിഫലിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ ദൃശ്യമാണ്. അതുകൊണ്ട് തന്നെ 2-3 പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ നമുക്ക് പങ്കുവെക്കാനായി കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് BJP-ക്ക് ക്രമാനുഗതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയാണ്. ഏതാണ്ട് 2010 ശേഷം ഉള്ള തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ക്രമാനുഗതമായി ആ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ, തിരുവനന്തപുരം ജില്ലയുടെ പരിധിയിലൊക്കെ പ്രത്യേകമായി പരിശോധിച്ചാൽ പല നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും BJP ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അത് ചിലയിടത്തൊക്കെ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്, ചിലയിടത്തൊക്കെ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം അല്ലാതെ എടുത്ത് പരിശോധിച്ചാലാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി വിലയിരുത്തുകയാണെങ്കിൽ അങ്ങനെ ഒരു ചിത്രം കാണാൻ കഴിയും. അന്ന് പലരും അതിനെ വളരെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. പക്ഷെ ക്രമാനുഗതമായി BJP കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വളർച്ച സീറ്റുകളായി മാറുന്നതിന് കുറേ താമസമെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് അത് സീറ്റുകളായി പരിണമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ നേടിയ ചരിത്രപരമായ വിജയം അത് സൂചിപ്പിക്കുന്നു.
ഏതാണ്ട് 35 സീറ്റുകളിൽ 50 സീറ്റുകൾ അവർ നേടിയപ്പോൾ ഏതാണ്ട് 15 സീറ്റുകളുടെ വർധനയാണ് ഒരു കോർപ്പറേഷനിൽ ഒറ്റയടിക്ക് അവർക്ക് സ്വായത്തമാക്കാനായിട്ട് കഴിഞ്ഞത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിന് 2-3 പൊതുവായിട്ടുള്ള കാരണങ്ങളുണ്ട്. എല്ലാവരും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ശബരിമല വിഷയമാണ്. പക്ഷെ ഞാൻ പല ആളുകളോടും നേരിട്ട് സംസാരിച്ചപ്പോൾ നേരത്തെ തന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഇടതുപക്ഷം ധാരാളം ഈ പെൻഷനുകളൊക്കെ നടപ്പിലാക്കി. ക്ഷേമ പെൻഷനുകൾ 1500-ൽ നിന്ന് 2000 ഒക്കെ ആക്കിയത് ധാരാളം ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അവരതൊക്കെ വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ വോട്ടായി മാറിയിട്ടില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ശബരിമല വിഷയം, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മൂന്നാമതായി സ്വാധീനിക്കപ്പെട്ടത് വർഗീയ ധ്രുവീകരണങ്ങൾ തന്നെയാണ്. ആ വർഗീയ ധ്രുവീകരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് ഇവിടെ SNDP, NSS തുടങ്ങിയ സംഘടനകളെയും അതുപോലെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റുകളെയും ഈ ധ്രുവീകരണങ്ങളെ പലപ്പോഴും അവർ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മിക്ക അക്കാദമീഷ്യൻസും മിക്ക വിലയിരുത്തൽ നടത്തുന്ന വിദഗ്ധന്മാരും. പക്ഷെ ആ ഒരു കമ്പാരിസൺ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ എന്ന് പറയുന്നത് പുരോഹിതന്മാരുടെ സ്വാധീനത്താൽ മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടാൻ കഴിയുന്ന വോട്ടുകളാണ്. എന്നാൽ ഹിന്ദു സമൂഹത്തിൽ ഇപ്പൊ അത് NSS എടുത്തു നോക്കിയാലും SNDP എടുത്തു നോക്കിയാലും അവിടെയുള്ള ശ്രേണികൾ വെച്ച് പരിശോധിച്ചാൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ NSS നേതൃത്വം ഒന്നും പറയുന്നത് പോലെ അതിനകത്തുള്ള വോട്ടുകൾ പോൾ ചെയ്യപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചെറിയ ഒരു വിഭാഗത്തിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇതുവരെ അവരുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ NSSന്റെയും SNDPയുടെയും ഒക്കെ വാക്ക്, അവരുടെ നേതൃത്വത്തിന്റെ വാക്ക് വോട്ടിംഗ് ശക്തിയായി കേരള രാഷ്ട്രീയത്തിൽ മാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയുമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എങ്കിലും ഇതിനൊക്കെ അമിത പ്രാധാന്യം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വിശകലനം വന്നിട്ടുണ്ട്. അതായത് ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചടി നേരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇഴവ വിഭാഗത്തിൽപ്പെട്ടവരുടെ വോട്ട് കിട്ടിയതുമില്ല. അതേസമയം തന്നെ മുസ്ലിം വിഭാഗങ്ങളുടെ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിലും അതിനപ്പുറമായി ഞാൻ കരുതുന്നത് അതൊരു വെള്ളാപ്പള്ളി നടേശൻ വന്നാലും ഇല്ലെങ്കിലും, അത് ഇടതുപക്ഷം അങ്ങനെ ഒരു സ്വീകാര്യത അവർക്ക് കൊടുത്താലും ഇല്ലെങ്കിലും, ഈ മുസ്ലിം വോട്ടുകളുടെ കാര്യത്തിൽ അതെപ്പോഴും അവർ തീരുമാനിക്കപ്പെടുന്ന ചില വോട്ടുകളാണ്, രാഷ്ട്രീയമായി നിർണ്ണയിക്കപ്പെടുന്ന വോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ നിരീക്ഷണം. അത് തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി ഒരു കേഡർ സ്വഭാവത്തോടു കൂടി അത് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ നിരവധി തവണ നമ്മൾ മനസ്സിലാക്കിയതാണ്. ചില തെരഞ്ഞെടുപ്പുകൾ അത് LDFനും ചില തെരഞ്ഞെടുപ്പുകൾ UDFനും എൻ ബ്ലോക്കായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സ്വാധീനിച്ച ഘടകം സ്വാഭാവികമായി ഭരണത്തിന്റെ വിലയിരുത്തലാണ് എന്ന് സാധാരണ നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ എടുത്ത് അങ്ങനെ പറയാറില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായി പറയുവാനുള്ള ഒരു കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ എന്നത് ഒരുപക്ഷെ നിയമസഭ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു വിലയിരുത്തലായി, ഭരണത്തിന്റെ ഒരു വിലയിരുത്തലായി കണക്കാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഏതാണ്ട് ഒരേ ട്രെൻഡ് വിസിബിൾ ആയതാണ്. ഒരേ ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയും. ഭരണവിരുദ്ധ തരംഗമായി തന്നെ കാണാൻ കഴിയും. കാരണം സാധാരണ ഗ്രാമപഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ഒരേപോലെ ശക്തമായ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തെ അവിടെ നിന്ന് പിന്തള്ളിക്കൊണ്ട് എല്ലാ രംഗത്തും ഒരുപോലെ കോൺഗ്രസും അതേസമയം BJPയും, സാധാരണ കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ BJP തളരുകയാണ് ചെയ്യുന്നത്. BJP കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ സാധാരണ മുൻപൊക്കെ ചരിത്രത്തിൽ അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. എന്നാൽ ആ ട്രെൻഡ് ഈ തെരഞ്ഞെടുപ്പിൽ മാറുന്നു എന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ നിരീക്ഷണം. കാരണം കോൺഗ്രസും ശക്തിപ്പെടുന്നു, അതോടൊപ്പം തന്നെ BJPയും ശക്തിപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് നൽകുന്ന പാഠം എന്ന് പറയുന്നത് BJPക്ക് കിട്ടുന്ന ലഭ്യമാകുന്ന വോട്ടുകൾ പ്രധാനമായും
കോൺഗ്രസിൽ നിന്ന് മാത്രമാണെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്നവർ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് ഇടതുപക്ഷത്തിൽ നിന്നും വോട്ടുകൾ ചോർന്നു പോകുന്നുണ്ട്. ശക്തമായി ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ബേസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന വർഗ അതുപോലെ തന്നെ സാമൂഹ്യ അടിത്തറ, ആ പാർട്ടിയുടെ സാമൂഹ്യ അടിത്തറ, രാഷ്ട്രീയ അടിത്തറ ഇളക്കിക്കൊണ്ട് അതിൽ നിന്നൊരു ഭാഗത്തിന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഇതാണ്, അതായത് കോൺഗ്രസ് ശക്തിപ്പെടുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ വർഗ ബഹുജന സ്വഭാവമുള്ള സാമൂഹ്യ സംഘടനകളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അവരുടെ സാമൂഹ്യ അടിത്തറയും എല്ലാം ഏതാണ്ട് ക്ഷയിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് വോട്ടുകൾ മാറിപ്പോകുന്ന ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പുകൾ ദൃശ്യമാകുന്നു. അത് BJP-ക്ക് ഗുണമായി മാറുന്നു, കോൺഗ്രസിന് ഗുണമായി മാറുന്നു എന്നുള്ളതാണ്. അതൊരു ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. ഒരുപക്ഷെ നമ്മൾ പല ചെറുപ്പക്കാരോടും സംസാരിക്കുമ്പോൾ ജാതിയോ മതമോ അല്ലെങ്കിൽ അവർക്ക് ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിലെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലെ വരുന്ന മുകേഷിന്റെ വിഷയമോ ഇതൊന്നും അല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയമായി അവർ കണക്കാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ ഒരു പ്രശ്നമാണ്. പ്രൊഫഷണൽ, അതായത് കാര്യങ്ങളിലുള്ള പ്രൊഫഷണലിസം ഇല്ലായ്മ, അത് ഏത് കാര്യത്തിലായാലും, ഒരു തൊഴിൽ നൽകുന്ന കാര്യത്തിലായാലും രാഷ്ട്രീയത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും ഒരു സർക്കാർ എത്രത്തോളം പ്രൊഫഷണൽ സമീപനം കൈക്കൊള്ളുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ സമൂഹം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. സ്കിൽ ബേസ്ഡ് ആയിട്ട് കഴിവുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള, വിദ്യാഭ്യാസത്തിൽ ഔന്നത്യമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നൽകുന്നത് പ്രൊഫഷണൽ ഒരു കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയത്തെയും വികസനത്തെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സർക്കാരുകളെയാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഇല്ലാതാകുമ്പോൾ, അഴിമതി തുടർക്കഥകളായി ഇങ്ങനെ വരുമ്പോൾ അതിനെയൊക്കെ മറച്ചു വെക്കുവാൻ സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെയുള്ള വലിയ വാക്ചാതുരി ഉപയോഗിക്കുമ്പോൾ അതൊന്നും അല്ല അടിസ്ഥാന ഘടകങ്ങളെന്നും അതിനൊക്കെ അപ്പുറം ഒരു പെർഫോമൻസ് പൊളിറ്റിക്സ്, അതായത് ഒരു വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് വെച്ച് അതിനനുസരിച്ച് കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിലയിരുത്തി ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വോട്ട് ഏറിയ പങ്ക്, ഒരുപക്ഷെ ചെറുപ്പക്കാരുടെ വോട്ട് ഭൂരിഭാഗവും ഇത്തവണ BJP-യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ചില ട്രെൻഡുകൾ, ചില നിരീക്ഷണങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. അതേസമയം തന്നെ സ്ത്രീകളുടെയും ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് ഇത്തവണ കോൺഗ്രസിനാണ് കിട്ടിയത്. പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട, അതിന് പറയാനുള്ള ഒരു കാരണം ഹിന്ദു വിഭാഗത്തിന്റെയും മുസ്ലിം വിഭാഗത്തിന്റെയും ഒരുപോലെ സ്ത്രീ വോട്ടുകൾ കോൺഗ്രസിന് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല വിഷയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ട് അവരെ സ്പർശിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു വിഭാഗത്തിന്റെ വോട്ടുകൾ കോൺഗ്രസിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം, പ്രത്യേകിച്ച് BJP-യുടെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം അധികം സംസാരിക്കാതെ, അതായത് ഇപ്പൊ മണിയാശാൻ പറയുന്നത് പോലെയോ ഇടതുപക്ഷത്തിലുള്ള മറ്റു ചിലരൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ പോലെയോ നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ പ്രസ്താവനകൾ പോലെയുള്ള പ്രസ്താവനകളൊന്നും തന്നെ ഈ രാജീവ് ചന്ദ്രശേഖർ നടത്താറില്ല എന്നുള്ളതാണ്. വളരെ അപൂർവമായി ഒരു തവണ മറ്റോ ഒരു നാക്കുപിഴ സംഭവിച്ച് അദ്ദേഹം പെട്ടെന്ന് തിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലിയെ, വികസനത്തിന്റെ കാഴ്ചപ്പാടിനെ അധികം വേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വികസനത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട്, അല്ലാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർക്ക് സംസാരിക്കുവാൻ സ്ത്രീ വിഷയങ്ങൾ മാത്രമല്ല ഈ ലോകത്തിലുള്ളത്. ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളും വികസനവും തൊഴിലില്ലായ്മയൊക്കെയാണ്. അല്ലാതെ 4 വോട്ടിന് വേണ്ടി എന്ത് നാറിത്തരവും വിളിച്ചു പറയുന്ന നിലയിലേക്ക് ഈ നേതാക്കന്മാർ ചുരുങ്ങുമ്പോൾ അതിനപ്പുറം ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ചെറുപ്പക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിൽ വോട്ട് ചെയ്തു എന്നുള്ളത് ദൃശ്യമാകുന്ന ഒരു ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഈ ജാതി സമവാക്യങ്ങളൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി ഈഴവ വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിനായിരുന്നെങ്കിൽ, കുറെ നായർ വോട്ടുകൾ ഇടതുപക്ഷത്തിനായിരുന്നെങ്കിൽ, കുറെ ക്രിസ്ത്യൻ വോട്ടുകൾ ഇടതുപക്ഷത്തിനായിരുന്നെങ്കിൽ, ആ എല്ലാ ശ്രേണികളിൽ നിന്നും വോട്ടുകൾ ചോർന്ന് അത് കോൺഗ്രസിലേക്കും BJP-യിലേക്കും മാറിപ്പോകുന്ന ഒരു കാഴ്ച, പ്രത്യേകിച്ച് BJP-യിലേക്ക് ശക്തി സംഭരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 50 വയസ്സിന് മുകളിലുള്ള, ഒരു 45-50 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടുകൾ പ്രധാനമായും കോൺഗ്രസിലേക്ക് പോകുമ്പോൾ 50 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഒരു 45 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പുതിയ വോട്ടർമാർ പ്രത്യേകിച്ച് എടുത്തു നോക്കിയാൽ ഏറിയ പങ്ക് വോട്ടുകൾ അത് BJP-യിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് വിസിബിൾ ആയി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും മാറിയും മറിഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു ഭരണമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ
തീർച്ചയായിട്ടും അവരുടെ വോട്ടുകൾ പലപ്പോഴും, കാരണം ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അധികാരത്തിന്റെ സ്വാധീനത്തിൽ വരാൻ വേണ്ടി തീർച്ചയായിട്ടും ധാരാളം ബഹുജന സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിലവർക്ക് കഴിയുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമാണ്. അത് അങ്ങനെ ആയിരിക്കും, ജനാധിപത്യത്തിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളത് ഒരു ജനവിഭാഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. എന്നാൽ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവർ ഏറിയ പങ്കും വോട്ട് കൊടുത്തിരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമായിരുന്നുവെങ്കിൽ ആ വോട്ടുകളിൽ കുറേയൊക്കെ വോട്ടുകൾ ഇപ്പോൾ BJP-യിലേക്കും പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ദൃശ്യമാകുന്നത്. തിരുവനന്തപുരത്തിന്റെ വോട്ടിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടുകളിൽ അത് ദൃശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികളിൽ നിന്നും വോട്ടുകൾ ചോർന്ന് BJP-യിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും ദൃശ്യമായത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഘടകങ്ങളെല്ലാം ഒരു കാര്യമായി വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ തരംഗം അതിശക്തമായിട്ടുണ്ട്. കേവലമായ ഫ്രീബികൾ കൊടുത്തുകൊണ്ട്, ഫ്രീബി എന്ന് ഞാൻ പറയുന്നത് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട്, മണിയാശാന്റെ പ്രസ്താവന ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ, സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന സൗജന്യം പോലെയാണ് നേതാക്കന്മാർ സംസാരിക്കുന്നത്. ഇപ്പം ഈ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ അടിസ്ഥാനമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്. അവരാണ് കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമായി നിരീക്ഷിച്ച്, അവരാണ് രാജ്യത്തിന്റെ വികസന കുതിപ്പിന്റെ പന്താവിൽ നേതൃത്വം നൽകുന്ന വളരെ വലിയ ശക്തി എന്നുള്ളതാണ്. അതല്ല, ജനങ്ങളാണ് ഇതിനെയൊക്കെ നയിക്കുന്നത്. ജനങ്ങൾക്ക് മാർഗദർശകമായി നിലകൊള്ളുന്ന ചില ഉപകരണങ്ങൾ മാത്രമാണ് ഈ നേതാക്കന്മാർ. ഈ നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല എങ്കിൽ അവർക്കെന്തോ ഇൻസൾട്ട് പോലെയാണ്. അവരല്ല ബഹുമാനിക്കാറ്. ജനങ്ങളെ കാണുമ്പോൾ നേതാക്കന്മാരാണ് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കേണ്ടത് എന്നുള്ളൊരു പാഠം എന്നാണ് ഇവിടുത്തെ നേതാക്കന്മാർ പഠിക്കുക എന്ന് എനിക്കറിയില്ല. എന്തായാലും രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാഴ്ചപ്പാട്, അത് ജനങ്ങളാണ് തങ്ങളുടെ യജമാനന്മാർ എന്നുള്ള കാഴ്ചപ്പാട് എന്ന് രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗമാണ് വളർന്നു വരുന്നതെന്നുള്ളതും, ഈ വാക്ചാതുരി കൊണ്ട് മാത്രം അവരെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല, പോക്കറ്റിലാക്കാൻ, അവരുടെ വോട്ടുകൾ പോക്കറ്റിലാക്കാൻ കഴിയില്ല എന്നുള്ളതും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള സംഘടനകൾ തിരിച്ചറിഞ്ഞേ മതിയാകും. അതുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് 24 മണിക്കൂറും ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതീക്ഷ അവർ തിരുവനന്തപുരം കോർപ്പറേഷനോ കൊടുത്തിരിക്കുകയാണ്. 45 ദിവസത്തിനുള്ളിൽ വലിയ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും, ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ള പദ്ധതികൾ ഉണ്ടാവും. ഇതൊരു വലിയ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. കാരണം ഈ പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കാൻ അവർക്കായാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു അവസരം അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് കേന്ദ്രത്തിൽ ഭരണം കൂടിയിരിക്കുന്ന ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അതിന് കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ നേതൃത്വത്തിന് പ്രധാനമന്ത്രിയുമായി നല്ല അടുപ്പമുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ. അതൊക്കെ അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിന്, BJP-ക്ക് വളരെ വലിയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാനാകും. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു നിർണായക ഘടകമാണ്. അപ്പോൾ ഭരണത്തിനെതിരെയുള്ള വിരുദ്ധ തരംഗം, യുവാക്കളുടെ വോട്ടുകൾ പോക്കറ്റിലാക്കാൻ കഴിയുന്ന തരത്തിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വം കിണഞ്ഞു പരിശ്രമിക്കുന്നത്, അതുപോലെ തന്നെ ജാതി രാഷ്ട്രീയ ധ്രുവീകരണം, അതായത് മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ ഏകീകരിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ ഈ നിരന്തരമായി ഒരു വശത്ത് മൈനോറിറ്റി ധ്രുവീകരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് നടത്തുന്ന മെജോറിറ്റി വിഭാഗത്തിൽ വരുന്ന ജനതയുടെ വോട്ടുകൾ ധ്രുവീകരിക്കപ്പെടുന്നത്, ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു ബൈപോളർ പൊളിറ്റിക്സ്, അഥവാ ബഹുധ്രുവമല്ല, രണ്ട് ധ്രുവങ്ങളിലായി ഈ രാഷ്ട്രീയ പാർട്ടികൾ അലയൻസുകളായി അത് മാറുന്ന ഒരു ചരിത്രമായിരുന്നല്ലോ കേരളത്തിന്റെ കോയലേഷൻ പൊളിറ്റിക്സിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനൊരു ബ്രേക്കപ്പ് വരാൻ പോവുകയാണ്. അധികം വൈകാതെ ആ ബ്രേക്കിംഗ് ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ അത് ഏതാണ്ട് ബ്രേക്കായി തുടങ്ങി. ഏതാണ്ട് 1-2 തെരഞ്ഞെടുപ്പുകൾക്കുള്ളിൽ ശക്തമായൊരു തേർഡ് ഫ്രണ്ട്, BJP-യിലേക്ക് ഒരു തേർഡ് ഫ്രണ്ടും ആ സ്പേസിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം കാലാകാലങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു BJP സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രബലനാണെങ്കിൽ കോൺഗ്രസ് ഇടതുപക്ഷത്തിനും, UDF-ന്റെ സ്ഥാനാർത്ഥി പ്രബലനാണെങ്കിൽ ഇടതുപക്ഷം ഒരു വീക്കായിട്ടുള്ള സ്ഥാനാർത്ഥിയെ UDF-നും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഒരു തരത്തിലും BJP-യുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുക എന്ന് മുന്നണി രാഷ്ട്രീയത്തിൽ അസ്വാഭാവികമായി ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ
ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ അതിന്റെ പ്രസക്തി, ഇപ്പൊ അതിനപ്പുറത്തേക്ക് അവർ വോട്ടിംഗ് പാറ്റേൺ, വോട്ടിംഗ് ഷെയർ സ്വായത്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 14, 20 അങ്ങനെ പടിപടിയായിട്ട് വളർന്നു വരുന്ന അവരുടെ വോട്ടിംഗ് ഷെയർ കുറച്ചുകൂടി കടന്നാൽ സ്വാഭാവികമായും അത് സീറ്റുകളായി പരിണമിക്കും. അതുകൊണ്ട് ഒരു തരത്തിലും തടുക്കാനാവാത്ത തരത്തിൽ BJP കേരളത്തിൽ വളരുകയും ചെയ്യും. ഇതൊരു ദിശാസൂചികയാണ്. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന 5 മാസം കൊണ്ട് എന്തൊക്കെയാണ് ഇടതുപക്ഷത്തിന് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, ഇടതുപക്ഷവും എത്രത്തോളം കാര്യങ്ങൾ, എത്രത്തോളം അഴിമതികളും അതുപോലെ തന്നെ പുറത്തു കൊണ്ടുവന്ന് തങ്ങൾ നേടിയെടുത്ത കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും എത്രത്തോളം ഭംഗിയായി വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കെട്ടുറപ്പോടെ പോകാൻ കഴിയുമെന്ന് കോൺഗ്രസും, അതുപോലെ തന്നെ തങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങൾ ചില കോർപ്പറേഷനുകൾ നടപ്പിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വികസനം തങ്ങൾ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാട് ഈ ലഭ്യമായിട്ടുള്ള സമയത്തിൽ സ്പേസിൽ അത് മുന്നോട്ട് വെച്ച് നടപ്പിലാക്കിക്കൊണ്ട് BJPക്ക് ഒരു പെർഫോമൻസ് പൊളിറ്റിക്സ് കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇവരൊക്കെ. എന്തായാലും കേവലമായ 5 മാസത്തിനപ്പുറം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ദിശാസൂചകം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. അത് അങ്ങനെ തന്നെ പറയാനുള്ള കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദൃശ്യമായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിലുണ്ടായ അല തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വം ഏറെ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയം, ഞാൻ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും ഒക്കെ ഉള്ള ഇവരുടെയൊക്കെ ഒരു സമഞ്ജസ സമ്മേളനം നടക്കുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്പേസ്, അതാണ് നമ്മളെപ്പോലുള്ള അക്കാദമിക രംഗത്തെ ആളുകൾ എപ്പോഴും സ്വപ്നം കാണുന്നത്. അതാണ് ഒരു ജനാധിപത്യത്തിന്റെ ശക്തി. അവിടെ ജാതിമത രാഷ്ട്രീയ ശക്തികളെ പരമാവധി തള്ളിക്കളഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത സ്പേസുകൾ അവർക്ക് കൊടുത്ത് അവർക്കൊരു വലിയ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതെ അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്ന സംഘടനകളായി പരിണമിച്ചുകൊണ്ട് ശക്തമായ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട് നല്ല ജനാധിപത്യത്തിൽ വീറോടെയും വാശിയോടെയും വികസന അജണ്ട മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായി പരിണമിക്കേണ്ടതുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളും. അങ്ങനെ ഒരു മാറ്റത്തിന് അധിക സമയമില്ലെങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് ആരാണോ അതിന് മാറ്റത്തിന് വിധേയമാകുക അവരാണ് ഈ പറയുന്ന AI-യുടെ പുതുയുഗത്തിൽ എന്ത് കാര്യങ്ങളും നിമിഷനേരം കൊണ്ട് ജനങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്ന ഈ സാഹചര്യത്തിൽ കേവലമായിട്ടുള്ള പ്രശ്നങ്ങൾ പിടിച്ചുകൊണ്ട് ഞാനിപ്പോൾ സ്ത്രീ പീഡനം എന്ന് പറയുമ്പോൾ ഒരു കേവല പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈഡിനെയും അവരുടെ അന്തസ്സിനെയും ഒക്കെ മുന്നിൽ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിലപ്പുറം അതിജീവിതകൾക്ക് പിന്തുണ നൽകേണ്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിജീവിത എന്ന് പറയുന്നത് ഇരുഭാഗത്തും അതിജീവിതകൾ പലപ്പോഴും വരും എന്നുള്ളതാണ്. അതൊക്കെ നിയമത്തിന്റെ കണ്ണിലൂടെ നോക്കി വിലയിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഈ കേവലമായ നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറം ഇതിനെയൊക്കെ വിലയിരുത്തുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സർക്കാരായാലും സംഘടനകളായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും മാറിയെങ്കിൽ മാത്രമേ ഇനി വോട്ടുകൾ സ്വായത്തമാക്കാൻ കഴിയൂ എന്നുള്ള ഒരു തിരിച്ചറിവ് ഫ്ലക്സ് രാഷ്ട്രീയത്തിനപ്പുറം അല്ലെങ്കിൽ ഫേസ്ബുക്ക് രാഷ്ട്രീയത്തിനപ്പുറം സാമാന്യ ജനങ്ങളുടെ ഇടയിൽ വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോയാൽ മാത്രമേ തങ്ങൾക്ക് വോട്ട് നേടാനാകൂ എന്ന് നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘടകങ്ങൾക്കായിരിക്കും ഇനി മുൻതൂക്കം ഉണ്ടാവുക തെരഞ്ഞെടുപ്പിൽ എന്ന് ദിശാസൂചിക നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കടന്നുപോയത്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലീമസമാക്കപ്പെടുന്ന വിഷയങ്ങൾക്കപ്പുറം സാധാരണക്കാരന്റെ അടിസ്ഥാന ആഹാരവും വസ്ത്രവും അവരുടെ നിലനിൽപ്പും തൊഴിലും യുവജന സംസ്കാരവും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ വികസന കാഴ്ചപ്പാട് അത് മുന്നോട്ട് വെക്കുന്നവർക്ക് ആയിരിക്കും വോട്ടുകൾ ലഭ്യമാകുക. അതിനുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.